ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചയൂണിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഞ്ഞി അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയൂണിൻ്റെത് നമുക്ക് ടോട്ടൽ ഗ്യാസിൽ വേണ്ട, നമുക്ക് വെളിയിൽ ഒരു അടുപ്പ് കൂട്ടി ഔട്ട്ഡോർ കുക്കിംഗ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഞ്ഞി വയ്ക്കാൻ അരി കഴുകി വൃത്തിയാക്കി വന്നു. അത് കഴിഞ്ഞ് നമുക്ക് കുത്തരിയാണ്. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഓർത്തു, ഇനി കറിക്ക് എന്താണ് നമുക്കിന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചാറ് കറി വയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് വെറൈറ്റി അപ്പോഴാണ് ഓർമ്മ പോകുന്നത്. 2-3 ചക്കക്കുരു കിടപ്പുണ്ട്, മാങ്ങ കിടപ്പുണ്ട്, പിന്നെ മുരിങ്ങയ്ക്കായും ഉണ്ട്. എന്നാൽ എല്ലാം കൂടി ഒരു തേങ്ങ അരച്ചൊരു കറി അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ മുരിങ്ങയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ചക്കക്കുരു ഒരുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരുവിധമൊക്കെ അത് അരിഞ്ഞെടുത്തു. പിന്നെ മാങ്ങ, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്തു. പിന്നെ അടുപ്പിൽ വയ്ക്കുന്നു. അടുപ്പിൽ വെച്ച് കൂട്ടുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുപ്പിൽ വയ്ക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പിൽ ഇങ്ങനെ വെച്ച് മെഴുക്ക് പുരട്ടി തോരൻ എന്തായാലും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ അതിന് വേണ്ടുന്ന തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് അത് അരച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കത് പിന്നെ കടുകൊക്കെ വറുത്താണ് നമ്മളത് ചേർക്കുന്നത്. അതിന് ശേഷം പിന്നെ നമുക്ക് വെന്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇനിയിപ്പം മീൻ എന്തുവാണോ വയ്ക്കാനെന്ന് ആവശ്യം മത്തി ഇരിപ്പുണ്ടായിരുന്നു. മത്തി പിന്നെ വെട്ടി ചെറുതായിട്ടെന്നാൽ വറുക്കാം, ചാറ് വെക്കണ്ട, വറുക്കാമെന്ന് വിചാരിച്ചു. മീൻ കറി ഉണ്ട്, മറ്റേ ചാറ് കറി ഉണ്ടല്ലോ, അപ്പം മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മീൻ വറുക്കുന്നതിന് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇങ്ങനെയുള്ള സാധാരണ രീതിയിലായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. അതെല്ലാം പുരട്ടി വയ്ച്ചു, എല്ലാം വയ്ച്ചു. പിന്നെ നമുക്ക് ഇനി അരപ്പ് റെഡി ആയിട്ടുണ്ട്. മറ്റേ നമ്മുടെ മുരിങ്ങയ്ക്ക ചക്കക്കുരുവിൻ്റെ കറി അത് ഞാൻ കടുക് ഒക്കെ പൊട്ടിച്ച് അരപ്പ് ചേർത്തു. അപ്പോൾ നല്ല പിന്നെ ഞാൻ ഈ കറിയൊക്കെ വയ്ക്കുമ്പോഴുണ്ടല്ലോ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ചാറ് കറിയൊക്കെ വയ്ക്കുമ്പോൾ ഉപ്പിട്ട് വയ്ക്കാറില്ലേ, ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇത് അരി വെന്തായിരുന്നു. അരി പിന്നെ അതും വെളിയിലുള്ള അടുപ്പിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഞങ്ങൾ ഈ ചരുവത്തിലാണ്, കാലത്തിൽ വെച്ച് എനിക്കങ്ങ് ശീലമില്ല. അപ്പോൾ ചരുവത്തിലാണ് വയ്ക്കുന്നത്. അതിങ്ങനെ കഞ്ഞിയൊക്കെ വറുത്തു. ഇനി നമുക്ക് മീൻ വറുക്കാം. മീനെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ ഓരോന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുവാണ്. അതും ഇതുപോലെയുള്ള ഇങ്ങനെ പിന്നെ വെളിയിലുള്ള അടുപ്പിൽ മീൻ വറുക്കുക, അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ